അനക്കേ കൊറച്ചേരെ കിടന്നാ മതിയാ അതോ അന്നെ ഞാനേ ആട്ടുതൊട്ടിലിട്ടിട്ട് ഇങ്ങനെ ആട്ടി തരഞ്ഞ മകനെ മാറ്റിയെടുത്തിട്ടേ ഈ പെരേക്ക് വന്ന് കേറിയതും പോരാ അതോ വന്ന് കേറിയ പാടന്നെ കുളിയും തെറ്റിക്കണം എന്നിട്ട് ഇപ്പൊ അവൾക്ക് റെസ്റ്റ് വേണം പോലും റെസ്റ്റ്. ഉമ്മ ഇതാവസ്ഥ കഴിഞ്ഞു വന്നതല്ലേ, ഇങ്ങക്കറിയില്ലേ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ക്ഷീണം കേടും. അതേടി ഞാനും പറ്റിക്കണേ 3 എണ്ണത്തിന്. പക്ഷേ അന്നെ പോലെ മയക്കെടുത്ത് കേറി വന്നിട്ട് ഉണ്ടാക്കിയതല്ല. ഉമ്മ എന്തേ കാര്യം പറഞ്ഞപ്പോളേ എനിക്ക് പൊള്ളിയ ഇജി ഇന്നോടൊക്കെ ഒച്ച പൊതിച്ചാണ്ടല്ല അന്റെ കോറിൽ ഞാൻ പൊട്ടിക്കും പറഞ്ഞില്ലാന്നാണ്ട. എനിക്കിന്നെ ശരിക്കറിയില്ല. മര്യാദക്ക് വന്നിട്ടേ ഈ പോരാത്ത പണിയൊക്കെ എടുത്ത ഓളൊരു തല കറക്ക. ആ തല അങ്ങോട്ട് മാറ്റി വെച്ചാളാ അല്ല പിന്നെ പഠിച്ചോനെ എന്ത് വിധിയാത്. അന്ന് എന്റെ ഉമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. പാത്രങ്ങളാണെങ്കിലേ സിങ്കില് നിറഞ്ഞു കെടുക്കണ്. റാക്കിന്റെ അടുത്തിന് കോലം കാണാൻ വെച്ച. എന്നിട്ട് ഓൾക്ക് തല കറങ്ങുക എന്നിട്ട് ഓള് റൂമിൽ പോയി കുത്തിരിക്കണ്. എടി ഒരുമ്പട്ടോളെ എനിക്ക് ഇപ്പോഴും ഇങ്ങോട്ട് കയറാനായില്ലേ അടുക്കളേക്ക്? എത്ര നല്ല ആലോചന വന്നതാണ്. അതൊന്നും എനിക്ക് പറ്റിയില്ല. ഈ ഒരു പൊണ്ടോറക്കൊട്ടിലെ പ്രേമം കാരണം നയോ പൈസ ഗതിയില്ലാത്ത ഒന്നിനങ്ങോട്ട് കെട്ടിക്കൊണ്ടി വന്നത്. അതെങ്ങനെ കയ്യും കാലും കാട്ടിയിട്ട് മയക്കെടുക്കാൻ നല്ല ഉസാറാണല്ലോ നിന്റെ തലവിധി. ചോറ് ഞാൻ വെച്ചു, കറിയൊക്കെ ഞാൻ വെച്ചു, വെയ്യാഞ്ഞിട്ട് പോയി കിടന്നതല്ലേ. ഈ റാക്കും പാത്രമൊക്കെ ഒന്ന് മോറാനുള്ളൂ.